നമസ്കാരം. ഈ കർണാടകത്തിലുള്ള ലോറി അപകടം, മണ്ണിടിച്ചിൽ അപകടം, അതിൽ പെട്ടുപോയ ആളുകൾ അതിലൊരാൾ നമ്മളുടെ കേരളത്തിലെ അർജുനനാണ്. ഒരു സാമാന്യ നിയമം, ഒരു വ്യക്തി മരിച്ചു എന്ന് അറിയുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കുന്നതായിട്ടേ കണക്കുകൂട്ടാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് തന്നെ അർജുനൻ ജീവിച്ചിരിപ്പുണ്ട്, എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഒരു പക്ഷേ ലോറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവശ നിലയിൽ വല്ലയിടത്തായിരിക്കാം. പക്ഷേ ഈ സാമാന്യ നിയമത്തോടൊപ്പം തന്നെ ഒരു സാമാന്യ ബോധമുണ്ട് ജനങ്ങളുടെ. അത് വെച്ച് നിരീക്ഷിക്കുന്ന സമയത്ത് ഇന്ന് അർജുൻ്റെ അവസ്ഥ അത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, പറയുന്നില്ല. ഏതായാലും കാത്തിരിക്കാം, വീണ്ടും വീണ്ടും കാത്തിരിക്കാം, എത്ര കാലം കഴിഞ്ഞാലും കാത്തിരിക്കാം. അർജുനൻ മരിച്ചു എന്ന് പറയേണ്ടുന്നവർ, അതോറിറ്റികൾ പറയുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. നമസ്കാരം. അർജുനൻ്റെ തിരോധാനം അഥവാ അപകടം, അത് ഇന്ന് വലിയ വാർത്തയാണ്. ഓരോ വീട്ടിലും 10 ആൾ കൂടുന്നിടത്ത് 10 കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു കാര്യം അർജുനൻ്റെ കാര്യമായിരിക്കും എല്ലാവർക്കും അറിയാം. ഇന്നിപ്പം അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും പലപ്പോഴായിട്ട് പറഞ്ഞു പ്രതീക്ഷകൾ അറ്റുപോയി എന്ന് പറഞ്ഞു. പക്ഷേ നിയമം അനുശാസിക്കേണ്ട ചില വഴികളുണ്ട്. ഒരാൾക്ക് തിരോധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ 100 വർഷമറ്റോ അത് ആ രേഖകൾ കാത്തു സൂക്ഷിക്കണമെന്ന നിയമം. കാരണം ഒരാളില്ലാതായി അഥവാ മരിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടാകണം, അതിന് അതോറിറ്റികൾ പറയണം. ആയതുകൊണ്ട് തന്നെ അർജുനൻ്റെ ഇന്നത്തെ അവസ്ഥ, അതിനെ നമുക്ക് തിരോധാനം എന്നൊരു വാക്കുകൊണ്ടേ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുള്ളൂ. എന്ത് സംഭവിച്ചു എന്നറിയില്ല, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശ, അത് നൽകുന്നൊരാശ്വാസം, അഥവാ അത് നൽകുന്ന ഒരു സുഖം, ചെറിയൊരു സുഖം, സന്തോഷം, അതവിടെ തന്നെ നിൽക്കട്ടെ. നമ്മളായിട്ട് പുതിയൊരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഒരു പൊതുബോധം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10ാമത്തെ ദിവസമായി, വെള്ളത്തിനടിയിലാണ്, ഒഴുക്കുള്ള വെള്ളത്തിനടിയിലാണ്, ചെളിയും മണ്ണും നിറഞ്ഞ വെള്ളത്തിനടിയിലാണ്. മാത്രമല്ല വലിയൊരു ആഘാതമേറ്റ് ലോറി 2ആയി 3ആയി പിളർന്നു പോയൊരവസ്ഥ കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പൊതുബോധമുണ്ടല്ലോ. പക്ഷെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് മാത്രം. ഇവിടെ നമ്മളുടെ വിഷയം ഈ ഒരു പ്രശ്നത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത കാര്യമാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യമൊന്നും ഇന്ത്യയിലില്ല. എവിടെയും കടന്നു കയറി ചെല്ലാനും, ഇന്നലെ എന്നോണം വരെ ഏതെങ്കിലും പച്ചക്കറി പീടികയിലോ അല്ലെങ്കിൽ പെട്ടിപ്പിടികയിലോ അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം കച്ചവടത്തിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ജയിച്ചാൽ മതി, കാണാൻ അത്യാവശ്യം മേലിക്കൊഴുപ്പുള്ളവരായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നേരെ കയറി ഒന്നൊരു മൈക്കൊരു കുന്തവും പിടിച്ച്, മൈക്കിനൊക്കെ ഒരു ഇപ്പം മൈക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സാധനമാണ് മൈക്ക്. വിദേശത്തെ ഇതിലേക്ക് പോയി കാണാം, ഇത് വലിയൊരു കുന്തം പോലൊരു സാധനം പിടിച്ചാണ്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് അവസാനത്തെ ശരികൾ, അവരുടെ കണ്ടെത്തലുകളാണ്, അതിൻ്റെ മേലെയാണ് ഈ വിധി പുറപ്പെടുവിക്കേണ്ടത്. അവർ തന്നെ വിധിയും പുറപ്പെടുവിക്കുക, അത് വേറെ കാര്യം. ഇത് വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തയ്യാറാവും. കാരണം എടി അറിഞ്ഞോടി, എന്താ ഇന്ന സ്ഥലത്ത് ഇന്ന് സംഭവിച്ചു, ചാനലുകൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ പത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ന്യൂസ് പിന്നെ മൗത്ത് ടു മൗത്ത്, കർണാകർണിയ
ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, വായിൽ നിന്ന് വായിലേക്ക് ഇങ്ങനെ പരന്നൊഴുകുകയാണ്. എന്താണ് സോഴ്സ് എന്നറിയാമോ? സോഴ്സ് ടി വി ചാനൽ പറഞ്ഞു എന്നുള്ളതാണ്. പണ്ട് ടി വി ചാനലുകൾ, എൻ്റെ ഈ കുട്ടിക്കാലത്ത് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ടി വി ചാനൽ വാർത്തകൾ വായിക്കുന്നു. അത്യാവശ്യം അവിടെ ഇവിടെയും അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ ഈ വാർത്തകൾക്കിടയിൽ ഇതൊക്കെ കാണിക്കും. അവർക്കും പൈസ വേണമല്ലോ. ഇപ്പം അതെല്ലാം പോയിട്ട് നാട്ടിൽ നടക്കുന്ന സകലവിധമായ കാര്യങ്ങളും ഏറ്റെടുക്കുകയും അതിനെ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വർണ്ണിക്കുകയും അതിന് തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡയഗ്രാംസ് വരച്ച് കാണിക്കുകയും ആളുകളെ ത്രസിപ്പിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കുകയാണ്. വൈകുന്നേരത്തെ ചാനൽ ചർച്ചകൾ, ഒരു കാലഘട്ടത്തിൽ ചാനൽ ചർച്ചകൾ ഒരു 15 വർഷം മുൻപ് വരെ ചാനൽ ചർച്ചകൾ, ഒരു 10 വർഷം മുമ്പ് വരെ വേണ്ട, ഒരു 5 വർഷം മുമ്പ് വരെ ചാനൽ ചർച്ചകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചാരുതയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചാനൽ ചർച്ചകളിൽ ചോദ്യം ചെയ്യുന്ന അവതാരകൻ്റെ പ്രസംഗങ്ങൾ വലിയ അരോചകം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബജറ്റ്, ഇപ്പോൾ ഈ ബജറ്റ് ഇവിടെ ഉണ്ടായി, ബജറ്റിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് മാത്രം ചോദിച്ചാൽ പോലെ അവതാരകൻ ഈ ബജറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ഉത്തരമാണ് നൽകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് വയ്ക്കുക, ഉത്തരം പറയാൻ 1.5 മിനിറ്റ് പോലും കൊടുക്കില്ല. ഇതാണ് സ്ഥിതി. ഭയാനകമായിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യശരങ്ങൾ. അത് മാത്രമല്ല, ഇപ്പോൾ അതിനകത്ത് ഈ റിപ്പോർട്ടർ ചാനലിൽ പലപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ്, ഇങ്ങനൊരു മറ്റേ ഒരു സ്പോട്ട് നമ്പർ ഇങ്ങനെ ഡോക്ടർ അരുൺ കുമാർ, ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺ കുമാർ. ഇവിടെ സുകുമാർ അഴീക്കോടിനെ ഇന്നേ വരെ ഒരാളും ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് വിളിച്ചിട്ടില്ല. അതൊരു ബിരുദമാണ്. ആരും പറയാറുണ്ടോ BSc സുകുമാരൻ, അത് MSc ഉൽപ്പരാഷ്ട്രം എന്നാരും പറയാറുണ്ടോ? ഇങ്ങനെ പറയും, ഉൽപ്പരാഷ്ട്രം MSc കാരനാണ്, അല്ലെങ്കിൽ ഉൽപ്പരാഷ്ട്രം MBBS പറയും. ഇതിങ്ങനെ പിന്നാലെ പറഞ്ഞുകൊണ്ട് കിടക്കുക, മിസ്റ്റർ ഡോക്ടർ അരുൺ കുമാർ, മിസ്റ്റർ ഡോക്ടർ അരുൺ കുമാർ, ഡോക്ടർ അരുൺ കുമാർ, ഡോക്ടർ. അതിനകത്ത് വന്നിരിക്കുന്ന 3-4 പേര് അവരുടെ സെൽഫ് പ്രൊജക്ഷൻ, ഞങ്ങളെന്തോ സംതിങ് ആണ്. അവർ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു TV ചാനലിൻ്റെ അവതാരക അല്ലെങ്കിൽ ഒരു അവതാരകൻ, അവരൊരു TV ചാനലിൻ്റെ അവതാരകൻ മാത്രമാണ്, അല്ലെങ്കിൽ അവതാരകൻ മാത്രമാണ്. അതിനപ്പുറമുള്ള അത്ഭുത പ്രതിഭാസങ്ങളൊന്നുമല്ല. മാഡം ക്യൂറിയൊന്നും അല്ലല്ലോ. ചുണ്ടത്ത് കൂടെ ചോപ്പ് തേച്ചാൽ മാഡം ക്യൂറിയോ, അല്ലെങ്കിൽ നൈറ്റിംഗലോ, അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറോ, അതിൽ ഗോൾഡ മേയറോ, ഇതൊക്കെയാണ് ഇവരുടെ ധാരണ. ഇതിനകത്ത് ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ അവരെന്തോ ലോകം മുഴുവൻ കീഴടക്കിയെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. പിന്നെ അവരുടെ വക വിധി പ്രസ്താവനകൾ, ഇന്ത്യൻ വേദാന്തം, ആർഷധർമ്മ പ്രയോഗങ്ങൾ പോലും അവരുടെ കണ്ട ക്ഷോഭത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും സങ്കടം തോന്നും. ഇതിലേതോ ഒരു ചാനലിൽ പറയാണ്, സന്യാസിമാർ അവരുടെ അമ്പലവും കാര്യങ്ങളുമായിട്ടില്ല നടക്കുന്നത്, സന്യാസിമാർക്ക് അമ്പലമായിട്ട് എന്താ ബന്ധം? അപ്പോൾ ഇവർ പറഞ്ഞു തീർത്തു, സന്യാസിമാർക്ക് അമ്പലം. ഇവിടെ പലരും ധരിച്ചു വയ്ക്കുന്നൊരു കാര്യമാണത്. അത് ഈ പൊതുബോധം ഉണ്ടാക്കുന്നതിൽ ചാനൽ വഹിക്കുന്ന പങ്കാണതൊക്കെ. സന്യാസിമാർക്ക് അമ്പലങ്ങളില്ല, സന്യാസിമാർക്ക് വിഗ്രഹങ്ങളുമില്ല, സന്യാസിമാർക്ക് ദേവതാസ്വരൂപങ്ങളുമില്ല, സന്യാസിമാർക്ക് അതിലപ്പുറം ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ കൊച്ചു ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അവരത് പറയാറുമില്ല. അവരുടെ ഉള്ളിൽ ഒതുങ്ങുന്നു. സത്സംഗവൃത്തിയിലൂടെ അവർ നേടിവെച്ച കാര്യങ്ങൾ അതിൽ വെച്ച് അവർ രമിച്ചുകൊണ്ടിരിക്കുന്നു, അത്രമാത്രം. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. മാധ്യമങ്ങൾ, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ, ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു. ഒരു നടിയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ നടി മദ്രാസിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ആ സ്ത്രീ ജീവിക്കുന്നത്. ആ സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ തമ്പനയിലിട്ട്, ആ സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കേസാണത്. അപ്പോൾ ഇതിന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എഴുതുന്നത് ആദ്യത്തെ ഭാനുപ്രിയ മരിച്ചു എന്ന് പറയുന്നത് കള്ളത്തരമാണെന്ന് ആദ്യത്തെ വാക്കാണ്. ആ ആദ്യത്തെ വാക്കിൽ ആദ്യത്തെ ഒരു പോർഷൻ എടുത്ത് വെച്ചിരിക്കുകയാണ് തമ്പനയിലായിട്ട്, ഭാനുപ്രിയ മരിച്ചു. പറയുന്നത് എങ്ങനെയാ? ഭാനുപ്രിയ മരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും ആ ചാനലിലുള്ള ആൾക്കാർ മുഴുവൻ ഈ ചാനലിൽ വരണം,
ആ ചാനലിലുള്ള ഡിബേറ്റ് കാണാതെ ഈ ചാനലിൽ ഡിബേറ്റിന് വരണം. നമ്മൾ കാണുന്ന കളിയല്ല ഡിബേറ്റിനകത്ത് നടക്കുന്നത്. അവർ ഡിബേറ്റിനകത്ത് കയറുമ്പോൾ തന്നെ അവരോട് പറയും, അതേ ഒന്നും ഉരച്ചു കൊടുക്കണണ്ട കൂടുതൽ, നമ്മുടെ മറ്റേ പരിപാടി നിർത്തി പറഞ്ഞാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്നിട്ട് ഇപ്പുറത്തെ ആളോട് വന്ന് പറയും, നമ്മൾ ഇന്ന് ഇങ്ങനൊരു സാധനം എൻ്റെ ഉള്ളിൽ വെച്ച് തേക്കുന്നില്ല, അപ്പോൾ ശരിക്കൊന്ന് ഫൈറ്റ് ചെയ്തോളണം കേട്ടോ. അതായത് പച്ചക്കറി വരെ പറഞ്ഞോളാം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സമയത്ത് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കാര്യങ്ങൾ അവരുടെ ആ സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് വിട്ടുപോകുന്ന കാണുമ്പോൾ അതങ്ങോട്ട് ഓഫ് ചെയ്താൽ മതിയല്ലോ. അതല്ലേ അവർ ആ വിഷയം മാറ്റിയിട്ട് വേറെ വിഷയത്തിൽ മറ്റേ ആ വിഷയം വേറെ ആളുകളോട് ചോദിച്ചാൽ മതിയല്ലോ. ഇവരതിനെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കും. അവർ ഇരിക്കുന്നൊരു മൂക്ക് ചൊറിയിലാണ്. അവരെന്തെങ്കിലും പറയട്ടെ, രൂക്ഷമായിട്ട് പറയട്ടെ. അപ്പോൾ സ്റ്റണ്ട്, സെക്സ്, ത്രില്ലർ ചിത്രം, അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ മറ്റേ ഈ ചാനലുകളുടെ മുഖമുദ്ര. അതാണ് ഇവിടെ മാധ്യമങ്ങൾ തമ്മിൽ നടത്തുന്നത്. ന്യൂസ് അതിൻ്റെ യഥാർത്ഥ വിധത്തിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിലുപരി കിട്ടമത്സരമാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു ബസ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, തൊടുപുഴയിൽ ബസ് അപകടം, 25 പേര് മരിച്ചു. ഒറ്റ ആൾ മരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയും 25 ആൾ മരിച്ചു എന്നാണ് ആദ്യത്തെ ന്യൂസ് കിട്ടിയത്. അത് അപകടകരമായ ന്യൂസായിരുന്നു, തെറ്റായ ന്യൂസുമായിരുന്നു. അതിന് വിഷമമുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ചാനലിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോഴേക്കും അവർക്ക് വേണ്ടത് റീച്ച് കിട്ടിയിട്ടായിരിക്കും. അവിടെ വേറെ ആൾ 26 എന്നുള്ളത് അവർ പറയും, ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ മരിച്ചു എന്ന് പറയും, അങ്ങനെയും പറയും. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന കിടമത്സരങ്ങൾ, ഇവർ തമ്മിലുണ്ടാക്കുന്ന ചാനൽ വൈരാഗ്യങ്ങൾ, അല്ലെങ്കിൽ ചാനൽ വഴക്കുകൾ, ചാനലുകൾ തമ്മിലുള്ള ആ ചാനലിൻ്റെ ആൾക്കാരെ അവിടെ വഴക്ക് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് അവർക്കെതിരെ രൂക്ഷത, മതം മാറിയവർക്കാണ് ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ ഉണ്ടാവുകയെന്ന് പറയും. അപ്പോൾ ഈ ചാനൽ മാറി വരുന്ന ആൾക്കാർ എങ്ങനെ കളിക്കും, മറ്റേ ചാനലിനെ കുത്താമോ, അങ്ങനെ അങ്ങനെയുള്ള നടത്തും. അപ്പോൾ ഏതായാലും ഷിരൂർ സംഭവം അതിൻ്റെ കുരുക്കിൽ പെട്ടതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ രൂപത്തിൽ കേരളത്തിലെ ചാനലുകൾ ഭയാനകമായ രൂപത്തിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം മുതൽ കാലത്ത് വരെയും ഒരേ വിഷയം, ആ വിഷയം പറഞ്ഞ് ആ വിഷയത്തെ വലിയൊരു ഇതിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അവിടെ വന്നിരുന്ന രക്ഷാപ്രവർത്തകർ പോലും വഴിമാറി ചിന്തിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കുരുക്കിലേക്ക്, ഇത്രയും വലിയ അഴിയാക്കുരുക്കിലേക്ക് ഷിരൂർ സംഭവം ഒരു വെറുവെട്ടിയായി. അവിടെയും കൊത്തി കഴിഞ്ഞാൽ ഇവിടെയും കൊത്തി, അതിൻ്റെ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൊത്തിയാണ് അത് പൊളിയുക. അത് പൊളിയാത്ത രീതിയിൽ ഇന്നും പുഴയിലല്ല തപ്പുന്നത്, കരയിലല്ല തപ്പുന്നത്, ഇരുട്ടിലാണ് തപ്പുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചു. നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൊവ്വാഗ്രഹത്തിൽ താമസിക്കാൻ പോവുക ഇലോൺ മസ്ക്. 50,000 പേരോ 1,00,000 പേരോ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോവുക. അങ്ങനെ കൊണ്ടുപോകാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കാർക്കും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരോഗ്യനില, പഠിപ്പിൻ്റെ നില, ആണാണോ പെണ്ണാണോ, പാലക്കാട് ഒരു പെൺകുട്ടി കത്തയച്ചിട്ടുണ്ട്, ഞാൻ വരാൻ തയ്യാറാണ്. അതൊക്കെ പോട്ടെ, ഇങ്ങനൊരു ലക്ഷ്യം മനസ്സിലെങ്കിലും വെച്ചല്ലോ. ചൊവ്വയിൽ താമസിക്കാൻ പോവുക, ചൊവ്വയിൽ ഒരു നഗരം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് ചൊവ്വയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്രഹം ചൊവ്വയിലെത്തിയിട്ടുണ്ട്. ചന്ദ്രനിൽ പോയിട്ട് ഇപ്പോൾ ചന്ദ്രനെ കുറിച്ച് ആരും ചിന്തിക്കുന്നത്, ചന്ദ്രൻ തൊട്ടടുത്ത് കിടക്കുന്നതാണ്, ചൊവ്വ എവിടെയോ എടുക്കുന്നതാണ്. ഇവിടെ എത്ര വേഗത്തിൽ പോയാലും, ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര വേഗത്തിൽ പോയാലും 6 മാസം പിടിക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ചൊവ്വയിൽ പോയിട്ട് താമസിക്കണം, സൂര്യനിൽ പോയിട്ട് വാഴക്കൃഷി നടത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. 15 അടി താഴെയിൽ പല നുറുക്കുകളായിട്ട് മറ്റേ ഈ ലോറി ഉണ്ടെന്ന് അറിയുന്നത്. ആ ലോറിയുടെ നിജസ്ഥിതി, അതിനകത്ത് ആ ക്യാബിനകത്ത് മറ്റേ ഒരു ശരീരം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അഥവാ അർജുനൻ അതിനകത്തുണ്ടോ, ശരീരഭാഗങ്ങളുണ്ടോ, അദ്ദേഹമുണ്ടോ, ഒന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എത്ര അല്പന്മാരാണ്. നമ്മളിൽ ഒരുവനാണ് ചൊവ്വയിൽ പോയി താമസിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതേ വേറൊരു കൂട്ടം ആൾക്കാർ, സുനിത വില്യംസിനെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും ശൂന്യാകാശത്ത് കിടന്ന് പറക്കുകയാണ്, ഇങ്ങോട്ട് വരാനുള്ള സമയം കാത്തിരിക്കുകയാണ് അവിടെ. ഇതിൻ്റെ ഇടയിലാണ് ഈ ഭൂമിയിലെ അവിടെയുള്ള പുഴയിൽ 15 അടി താഴെ മാത്രമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനൊരു സാധനം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, അത്രയായിട്ടുള്ളൂ. ആ പറയപ്പെടുന്ന ലോറി, അവിടെ കാണുന്ന തടികൾ, അവിടെ ഇവിടെയും കാണുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും ആരുടേതാണ്, എന്താണ്, ഇപ്പോഴൊന്നും കൺഫേം ചെയ്ത് പറയാറായിട്ടില്ല. അപ്പം നമ്മൾ എത്രമാത്രം പരിമിതികൾക്കുള്ളിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് ഈ ചാനലുകൾ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അത് വഴിതെറ്റിക്കുകയാണ് അവർ ചെയ്തത്. കാരണം ഒരു പരിധി വരെ ഒരാൾ നിന്ന് പറയുക, ആ
ലോറി ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങളെന്താ അവിടെ പരിശോധിക്കാത്തത്, നിങ്ങൾ അപ്പം നാട്ടുകാർ ഒത്തുകൂടി അവരതിനി അങ്ങനെ ചെയ്ത് അവിടെ പരിശോധിച്ചില്ല. അവരുടെ കണ്ടെത്തൽ പ്രകാരം അത് പുഴയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പുഴയിലേക്ക് തിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാണിച്ച് ഇവിടെ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ലരുടി തല്ലും. ആയതുകൊണ്ട് അവർക്ക് ഇവിടെയും തപ്പി തരേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ വലിയ രൂപത്തിലാണ്. അതിന് ഇടയിലാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആൾ എവിടെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ ഇടപെടാറുണ്ട്, പലയിടത്തും വിജയം കണ്ടെത്താറുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ വിജയമല്ല. അയാൾ അവിടെ ചെല്ലുന്നു, മറ്റുള്ളവരൊപ്പം അയാൾ കൂട്ടത്തിൽ ചേരുന്നു, അയാൾ വലിയ വായിൽ വർത്തമാനം പറയുന്നു, അവസാനം വിജയം കാണുമ്പോൾ പറയും രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ വിജയമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ വാക്കുകളെ വലിയ രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ട് അയാൾ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അയാളെ പുകഴ്ത്തിക്കൊണ്ട് ചാനലുകൾ വിളിച്ചു കൊണ്ടുവന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏത് തരത്തിലാകണമായിരുന്നു, ഏത് തരത്തിലായത്, അതിന് പറ്റിയ ഗുണദോഷങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നത്. അതിന് കൃത്യമായിട്ടും അതിൻ്റെ ടെക്നോളജിയൊന്നും അക്കാഡമിക്കായിട്ട് പഠിക്കാത്ത ഒരാൾ ഉള്ളിലുള്ള ബോധം വെച്ച് ഉള്ളിലുള്ള വിശ്വാസം വെച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ചാനൽ ന്യായാധിപന്മാർ അത് വലിയൊരു വാക്കാണത്. ഇപ്പോൾ കാലങ്ങളിലൂടെ കാണുന്നതാണ്. എന്തൊരു പ്രശ്നം ഒരു കുട്ടി ഒരു ആത്മഹത്യ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ, ആ കലാപം നടന്നത് ശരിയോ തെറ്റോ, ഈ ചാനൽ ഇങ്ങനെ പറയും, ആ ചാനൽ അങ്ങനെ പറയും, മറ്റു ചാനൽ ഇങ്ങനെ പറയും, ഈ ചാനൽ ഇങ്ങനെ പറയും. ജനങ്ങളുടെ തല കറങ്ങും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ സാക്ഷി വിസ്താരങ്ങൾ, ഇവരുടെ ക്രോസ് വിസ്താരങ്ങൾ, വാദപ്രതിവാദങ്ങൾ അവസാനം ഇവർ പ്രഖ്യാപിക്കുകയാണ്. വിധി പ്രസ്താവന വരെ അവർ നടത്തുന്നുണ്ട്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒരു കയറിട്ട് പിടിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല, ഭരണകൂടത്തിന് കഴിയില്ല. കാരണം ഭരണകൂടം പലപ്പോഴും തങ്ങളുടെ വൈയക്തികമായിട്ടുള്ള വിചാരങ്ങൾ അതിലൂടെ അതും വെച്ചുകൊണ്ട് അത് അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന അവരുടെ പ്രവൃത്തികൾക്ക് ഊർജ്ജസ്വലത പകരാൻ, അതിനതൊരു പ്രോജ്വലിത പകരാൻ, അതിനെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് ഇത്തരം പ്രവണതകൾ കൈയാളുന്ന ഇത്തരം ചാനലുകളെയാണ്. അല്ല അവർക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ടെലിവിഷൻ ചാനലുകൾ, മറ്റുള്ള പത്രങ്ങൾ എല്ലാവരും തമ്മിലുള്ള ആ മത്സരം ഇത്തരം ദുരന്തമുഖങ്ങളെ സാധാരണ ദുരന്തമുഖങ്ങളെ വലിയ ദുരന്തമുഖങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അവർ ചെയ്യുന്നത് ശരിയല്ല, ഇവർ ചെയ്യുന്നത് ശരിയാണ്. ഈ പറയുന്ന അവരവിടെ വരുന്ന ആൾക്കാർ കാലങ്ങളിലൂടെ പഠിച്ചുണ്ടാക്കിയ, അതായത് വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം, കാടിനകത്ത് രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം, ഗുഹാമുഖത്ത് കടലിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് പഠിച്ചറിവോടുകൂടി വരുന്ന ആളുകളെ ചോദ്യം ചെയ്ത് നാട്ടുകാരെല്ലാം കൂട്ടം കൂടി അവസാനം ഇതിന് വഴിതെറ്റിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ കേരളത്തിൽ കവളപ്പാറയിലേക്ക് ഉണ്ടായ സംഭവങ്ങളിൽ പെട്ടുപോയിട്ടുള്ള വീടുകൾ, അതിനകത്ത് പെട്ടുപോയിട്ടുള്ള മനുഷ്യ ജീവനുകൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ മറന്നു, ആ കാര്യങ്ങൾ മറന്നു. അത് മറന്നു വെച്ചുകൊണ്ടാണ് കർണാടകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വലിയ രൂപത്തിൽ വിമർശിച്ചത്. എന്തായാലും മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ ഇതൊക്കെ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ മുഴങ്ങുന്നുണ്ട്. മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്താണ്? ആ ചോദ്യം ഇവിടെ മുഴങ്ങുന്നില്ല. അതിന് ഉത്തരത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ചെയ്ത ചില മര്യാദകളുണ്ട്. അവർ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് സമൂഹത്തിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മെക്കെട്ടൊന്നും കയറ്റം നടത്താറില്ല. യഥാർത്ഥത കിട്ടുന്ന ന്യൂസ് പറയലായിരുന്നു ന്യൂസ്. എന്താണ് അവർക്ക് കിട്ടിയ ന്യൂസ് അത് പറയലായിരുന്നു ന്യൂസ്. ഇന്നിപ്പോൾ ന്യൂസിനെ അവർ ഡെക്കറേറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. വിസർജനം ടി വി ആണെങ്കിൽ കാവ്യ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇതിൽ ഓരോ ടി വി ചാനലുകളും ചോപ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളറിയുന്ന വാർത്തകൾ ഫിൽട്ടർ ചെയ്ത വാർത്തകളാണ്. നമ്മളറിയുന്ന വാർത്തകൾ ഞാൻ പറയുമ്പോൾ, ഇയാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾ പറയുമ്പോൾ അതിന് വൈജാത്യങ്ങളുണ്ടാകുന്നു. എല്ലാവരും അവരുടെ മനസ്സിൻ്റെ വ്യാപനങ്ങളനുസരിച്ച്, അവരുടെ നിലപാടുകൾക്കനുസരിച്ച് വാർത്തകളെ തന്നെ വക്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തെങ്കിലും അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ പോകുന്നു. ആ കാര്യങ്ങൾ അവിടെ നടക്കുന്ന സംഭവം നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. അതിനാണല്ലോ ഇങ്ങനത്തെ സ്ഥാപനം ഉണ്ടായത്. പക്ഷെ അതിനകത്തുള്ള ഇടപെടലുകൾ അത് അവരുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമാക്കി മാറ്റൽ, എങ്ങനെ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം,
അത് മുക്തി നേടാതിരിക്കാനുള്ള കാരണക്കാരാര് എന്നിത്യാദി കാര്യങ്ങളിലുള്ള മറ്റ് വാദപ്രതിവാദങ്ങളും അവസാനം വിധി പ്രസ്താവനയൊക്കെ അതിൽ ശരിയല്ലായ്മകൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വാസ്തവത്തിൽ ഈ ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നടന്ന മറ്റെന്തായാലും പറയാം കർണാടകത്തിൽ നടന്ന സംഭവം. അതിനെ ഇത്തരം വലിയൊരു ദുരന്തമാക്കി മാറ്റിയത് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോഴും ഇത്രയായിട്ട് പോലും കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് ഈ സംഭവം നടന്ന് 3-ാം ദിവസമാണ് ആദ്യം ചോദ്യം വരുന്നത്, അർജുനൻ എവിടെ? 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം, 8-ാം ദിവസം, 9-ാം ദിവസം കഴിഞ്ഞ് 10-ാം ദിവസം, 12-ാമത്തെ ദിവസമായി. ഇപ്പോഴും ആ ചോദ്യം അവശേഷിക്കുകയാണ്, അർജുനൻ എവിടെ എന്നുള്ള ചോദ്യം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത്, ആകെ അലങ്കോലപ്പെടുത്തിയതിന് വലിയ രൂപത്തിൽ ഉത്തരവാദികൾ ഇവിടുത്തെ ഓപ്പൺ മീഡിയ, ഇവിടുത്തെ ചാനലുകൾ തന്നെയാണ്. നമസ്കാരം.